സുഹൃത്തുക്കൾക്ക് നമസ്കാരം. ഞാൻ ബിനിജ് തോമസ്. അപ്പോൾ ഈ കൊടും മനസ്സ് നിൽക്കുന്ന വേറൊന്നുമില്ല, വനം തീവ്രത പരിചയപ്പെടുത്താനൊന്നുമില്ല, നല്ല മനോഹരമായ ഒരു ഓഫ് റോഡ് അല്ലെങ്കിൽ ഒരു 4-wheel ഡ്രൈവ് വണ്ടി പരിചയപ്പെടുത്താനാണ്. ഞാൻ ഈ പറഞ്ഞ കണക്ക് വലിയ വണ്ടി പരിചയപ്പെടുന്ന ആളൊന്നുമില്ല, എങ്കിലും ഒരു മനോഹരമായ, അതായത് ടൊയോട്ട പ്രാഡോ കക്കഡു ഏറ്റവും ടോപ്പ് മോഡൽ പുതിയ സീരീസ് ഇറങ്ങിയ 250 സീരീസിലുള്ള വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് നമ്മുടെ വീഡിയോ. ആ വണ്ടി എൻ്റെ പുറകെ ഒരു നമ്മുടെ സുഹൃത്ത് ഓടിച്ചുകൊണ്ട് വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങൾ ഞങ്ങൾ ഈ ടൂറൊക്കെ പോകുമ്പോൾ എപ്പോഴും നമ്മുടെ ടൊയോട്ടയുടെ ആധിക്യം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. കാരണം ടൊയോട്ട പ്രാഡോ വളരെ ഫേമസാണ്. എവിടെ ചെന്നാലും ടൊയോട്ട പ്രാഡോയാണ്. ഞങ്ങൾ പോയത് ടൊയോട്ട പ്രാഡോയിലാണ്. നമ്മുടെ ഷായി പാപ്പനോട് എടുത്ത് ഈ വണ്ടിയാണ് നമ്മുടെ ടൊയോട്ട പ്രാഡോ കക്കഡു. അപ്പോൾ നമ്മുടെ സുഹൃത്താണ്, അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ട് ആ വണ്ടി നമുക്ക് ഒന്ന് കൂടുതൽ പരിചയപ്പെടുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടൊയോട്ട പ്രാഡോ കക്കഡുവിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ ടൊയോട്ട പ്രാഡോ കക്കഡു. ഇതാര് വണ്ടി ഓടിച്ചത്? കൊച്ചി രാജാവിന്റെ താഴോട്ട് പോകണമല്ലോ, കാല് വെക്കുന്നവർ ഭയങ്കര പൊക്കമായുണ്ട്. അല്ല, ഇതൊക്കെ ഇത് നിങ്ങളുടെ വണ്ടിയാണോ? നമ്മുടെ വണ്ടിയില്ല, പേര് വെളിപ്പെടുത്താൻ പറ്റാത്ത നമ്മുടെ ഒരു സുഹൃത്തിന്റെ വണ്ടിയാണ് അല്ലേ? അപ്പൊ സോനു ഈ വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? കിടിലം സൂപ്പർ വണ്ടിയല്ലേ? കിടക്ക സാധനം. അതായത് നമ്മൾ ഓർക്കുന്നുണ്ട്, നമ്മൾ ഓസ്ട്രേലിയയിലെ നമ്മൾ ഈ ഡാർവിനൊക്കെ പോയ ടൊയോട്ട പ്രാഡോയുടെ ഒരു 150 ആദ്യം നമ്മൾ പോയ എവിടെ ചെന്നാലും ഈ ടൊയോട്ട പ്രാഡോ. പക്ഷേ ഇത് മുമ്പേ ഞാൻ പറഞ്ഞ കണക്ക് ടൊയോട്ട പ്രാഡോ കക്കഡു അല്ലേ? 250 കക്കഡു. ഈ വണ്ടിയുടെ ആണല്ലോ എത്ര പ്രൈസ് വരുന്നത്? മെൽബണിൽ വിക്ടോറിയയിൽ 112 അല്ലേ? ടോപ്പ് മോഡൽ. പിന്നെ ഒത്തിരി ഫീച്ചേഴ്സ് ഒക്കെ കയ്യിലെണ്ണി തീരാത്ത ഫീച്ചേഴ്സ് ആണുള്ളത്. അതുകൂടാതെ നമ്മൾ ഈ വണ്ടി എടുക്കാൻ വന്നപ്പോഴത്തേക്ക് എന്തോ ഒരു സാധനം ചാടി പോകുന്നു. ഈ കൊടും വനമാണ്. വനം നമ്മൾ ഏത് വണ്ടിയാണ് നമ്മൾ ഈ വനത്തിൽ വെച്ചാണ് നമ്മുടെ റിവ്യൂ മുഴുവൻ. കാരണം അതിഭീകരത, അത് നിഗൂഢത നിറഞ്ഞ വനങ്ങളാണ്. അതുകൊണ്ടാണ് അതിനിഗൂഢം നിറഞ്ഞ ഈ വണ്ടി നമ്മൾ പരിചയപ്പെടുത്തുന്നത്. മറ്റേ നിഗൂഢം നിറഞ്ഞ വണ്ടിയായി. ഇവനും മറ്റേ പട്ടാളക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ആദ്യം പട്ടാളക്കാർക്ക് വേണ്ടി ഉണ്ടാക്കി, എന്നാൽ ലാൻഡ് ക്രൂസർ ആർമിക്ക് വേണ്ടി ഉണ്ടാക്കിയാണ് നേരത്തെ അതിൻ്റെ ഒരു ഹിസ്റ്ററി ഒക്കെ പറയുന്നത്. ഈ പറഞ്ഞ കണക്ക് ഈ ടൊയോട്ട നമ്മൾ പറയുന്ന കണക്ക് അതിനകത്ത് എത്ര ഫീച്ചേഴ്സ് ഉണ്ട് സോനു അല്ലേ? എത്ര ഇപ്പൊ എയർ ബാഗ് ഒക്കെ ഒത്തിരി ഫീച്ചേഴ്സ് ടൊയോട്ട തുടങ്ങിയിട്ടുണ്ട്. എയർ ബാഗ് 9 എയർ ബാഗ്, നേരത്തെ 7 ആയിരുന്നു അല്ലേ? ഇപ്പൊ 9 എയർ ബാഗ്. ഓക്കെ, ഏതായാലും നമുക്ക് വണ്ടിയുടെ അകമൊക്കെ ഒന്ന് കണ്ടാലോ? അത് എയർ ബാഗ് എണ്ണി തുടങ്ങാം. അതെ, ഉള്ളതാണോ നോക്കാം. 9 എന്നൊക്കെ പറയുന്നല്ലേ? ഡാർവിനൊക്കെ പോയാൽ നിങ്ങൾ വണ്ടി ഓടിച്ച് ഞാൻ കണ്ടായിരുന്നു, നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ നോക്കിയാ പോയത്. പക്ഷേ ഈ പരിപാടി ഇത്ര നടക്കില്ല. കാരണം എന്താ? അതായത് ഇവിടെ ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. ഡ്രൈവർ മോണിറ്ററിംഗ് സിസ്റ്റം ആണ് ഈ കാണുന്നത്. ഇപ്പൊ അശ്രദ്ധമായിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അവൻ പറയും മര്യാദയ്ക്ക് നേരെ നോക്കി ഓടിക്കുക, ഇങ്ങോട്ടും ഒക്കെ നോക്കി വായും പൊളിച്ച് ഓടിച്ചാൽ പിടി വീഴും. അപ്പൊ ആ പരിപാടി നടക്കില്ല. അപ്പൊ നിങ്ങൾക്കും പറ്റിയ വണ്ടി അല്ലത്. പിന്നെ അതെ, നല്ല അടിപൊളി ഒരു ഡിസ്പ്ലേ ഇതിന്റെ ഉണ്ട്. അടിപൊളി ഡിസ്പ്ലേ. പിന്നെ മോളിൽ നിന്നുള്ള വ്യൂ ഇതെല്ലാം ഇതിലുണ്ട്. അത് തന്നെ. ഇപ്പൊ പിന്നെ വേറൊരു കാര്യം, എന്നാ വ്യൂ? ബേഡ്സ് ഐ വ്യൂ. അത് തന്നെ. പിന്നെ അതെ, ഇത് കണ്ടത് ഈ സാധനം, ഇത് നമുക്ക് പുറകിൽ നിന്നുള്ള ക്യാമറയിൽ നിന്ന് പിടിച്ചു തരുന്ന ഇതാണ്. കാരണം ഇപ്പം മഴയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോഗി കണ്ടീഷനൊക്കെ ആണെങ്കിൽ മാറ്റിയിടാം. സാധാരണ വേണമെങ്കിൽ നമ്മൾ ചില്ലിടാം, അതിപ്പം കാണാം. അതല്ല, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇപ്പം നമ്മൾ ഇതായി നമുക്ക് പുറകിൽ നിന്നുള്ള ക്യാമറയാണ് നമുക്ക് പിടിച്ചു തരുന്നത്. പിന്നെ സുരക്ഷ വേറെ പ്രത്യേകത എന്താ പറയുക, ഞാൻ ഇതിനകത്ത് കേട്ടിട്ടുണ്ട്, ഈ വണ്ടിക്ക് ഇപ്പം നിങ്ങളിപ്പം പോകുന്ന വഴി എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി ഒക്കെ ആണെങ്കിൽ നിങ്ങളൊരു അബോധാവസ്ഥയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അതെന്നാ സംഭവം? അതെന്നു വെച്ചാൽ നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ പ്രശ്നങ്ങൾ വല്ലതും വരുവാണെങ്കിൽ പുള്ളി നേരെ വണ്ടി സ്ലോ ആയി ഹസാർഡ് ഇട്ട് സൈഡിലൊന്നുമല്ല, മെയിൻ റോഡ് നടുക്ക് തന്നെ നിർത്തും. കാരണം വേറെ പുറകെ വരുന്ന ആൾക്കാർക്ക് എന്താണെന്ന് അറിയാൻ മനസ്സിലായി. ഹോസ്പിറ്റലിൽ വല്ലതും കൊണ്ടുണ്ട്, സൈഡിൽ കിടന്ന് അവർക്ക് ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. അതെ, അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട് അല്ലേ? അപ്പൊ ഇതിനകത്തുള്ളത് നമ്മുടെ 14 സ്പീക്കർ ഉണ്ട് അല്ലേ സോനിഷ? 14 സ്പീക്കർ JBL. അതും JBLന്റെ അടിപൊളി കിടു സാധനമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ 12.3 ഇഞ്ച് സിസ്റ്റമാണ്. പുത്തൻ വണ്ടിയായോണ്ടേ പേര് വെളിപ്പെടുത്താൻ പറ്റാത്ത മുതലാളി. അതെ, നമ്മുടെ ഉറ്റ ചെങ്കൻ്റെയാണ്. പക്ഷെ അദ്ദേഹത്തിന് വീഡിയോ ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ ഏതായാലും വണ്ടി നമുക്ക് പരിചയപ്പെടുന്നത് തന്നു. അപ്പോൾ അദ്ദേഹത്തിന് വളരെ നന്ദി പറയുന്നു. ഇപ്പോൾ നമുക്ക് എല്ലാവിധ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ വണ്ടി ഇരുന്ന് ഓടിച്ച് കഴിയുമ്പോഴത്തേക്ക് സാധാരണ ഒരു നമ്മൾ ടൊയോട്ടയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ആ യാത്രാ സുഖം അല്ലേ, പാസഞ്ചർ സൈഡിൽ ഇരിക്കുന്ന പറഞ്ഞ ഒരു ഒന്നൊന്നര സുഖം തന്നെയാണ്. ഒന്നും പറയാനില്ല. ആനപ്പുറത്തിരിക്കുന്ന അതേ പ്രതീതിയാണ്. പ്ലാറ്റ്ഫോം ഇതിന്റെ ഈ ബോഡി സ്റ്റൈലൊക്കെ ഇത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. 300 ഇതില്ലേ നമ്മുടെ അതിന്റെ സെയിം പ്ലാറ്റ്ഫോം ആണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു ബോക്സി സ്റ്റൈലാണ്, ബോക്സി റെക്ട്രോ അല്ലേ? ബോക്സി എക്സ്ട്രോ സ്റ്റൈലാണ് ഇതിന്റെ ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. അതും ഭയങ്കര ഒരു പഴയ അല്ലേ, കക്കഡുവിന്റെ ഒരു വ്യത്യസ്തമായ ഒരു അടിപൊളി സംഭവമാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ഇതിന്റെ അലോയ് വീൽ, ഇത് വീൽ എത്ര അലോയ് വീല് 20 ഇഞ്ചിന്റെ അല്ലേ? പിന്നെ അതിന്റെ സസ്പെൻഷൻ മറ്റേ ഇത് അഡാപ്റ്റീവ് എന്ന് പറഞ്ഞ സംഭവം അല്ലേ?
പുതിയതായിട്ട് വന്ന സംഭവം തോന്നുന്നു. അഡാപ്റ്റീവ് അല്ലേ? ഓക്കെ ഓക്കെ അല്ലേ? ഈ മിററുള്ള ഒരു വണ്ടി ഏകദേശം പണ്ട് കയറിയിട്ടുണ്ട്. നമ്മുടെ എവിടെയോ ആലിസ് സ്പ്രിംഗ് പോയി ബോച്ചയുടെ FJ ക്രൂയിസറിന്റെ അതെ ഒരു മിററാണ് ഇതിന്. ഓക്കെ ഓക്കെ. രണ്ടും ചേട്ടൻ ടയോട്ട തന്നെയല്ലേ? ചേട്ടാ മക്കളാന്നേ. അവന് സാമ്യം വരാൻ സാധ്യത. ഇവിടെ ഇതിനകത്ത് പല മോഡുകളുണ്ടല്ലോ. അതാണ് ഇതുണ്ട് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ടല്ലേ? കസ്റ്റമർ, സ്പോർട്സ് പ്ലസ്, സ്പോർട്സ്, നോർമല്, കംഫർട്ട്, എക്കോ, അങ്ങനെ പല മോഡുകൾ. അപ്പൊ നമ്മുടെ ഡിസ്പ്ലേ തന്നെ എഴുതി വരും അല്ലേ? ഡിസ്പ്ലേ തന്നെ എഴുതി വരുവാണ്. ഓക്കെ ഓക്കെ. ഇനി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കുട്ടി ഫ്രിഡ്ജ്, അതായത് നമ്മുടെ ഒരു വേണമെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സാധനം ബിയറോ, ചെറിയ കുഞ്ഞു ബീറോ, കൂൾ ബോക്സ് എന്ന് പറയും, കുറച്ച് പച്ചവെള്ളോ എന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഈ പറഞ്ഞ കണക്ക് കൂളിംഗ് ആൻഡ് ഹീറ്റിംഗ് സീറ്റ്, ബാക്കിലെയും പുറവശത്തെയും കൂളിംഗ് ആൻഡ് ഹീറ്റാണ്. പിന്നെ അതിമനോഹരമായ പനോരമിക് സൺറൂഫ്. അത് ഒരു തുറന്ന് കാണണ്ടേ? പകുതി തുറന്നു വരും അല്ലേ? പക്ഷെ അതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് ഫുള്ള് മഴ കൊണ്ടുപോകും അല്ലേ? ഇതുണ്ട് ഇവിടെ അല്ല 1-12 കൊടുത്തിട്ടല്ലേ? അതെല്ലാം സംഭവം സൂപ്പർ കേട്ടോ പനോരമിക് സൺറൂഫ്. കാരണം നമ്മളെ പുതിയ വണ്ടിയുടെ എല്ലാം, കാരണം ഈ ടയോട്ടയുടെ ഇത്രയും ഞാൻ സൺറൂഫ് വലുതായിട്ട് കണ്ടിട്ടില്ല. ഈ പുതിയ മോഡലിനെയാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും വന്നത്. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഹീറ്റഡ് ആൻഡ് കൂളിംഗ് സീറ്റ് പുറകിലും ഫ്രണ്ടിലും ഉണ്ട് അല്ലേ? ടയർ പ്രഷർ മോണിറ്ററും എല്ലാം ഉണ്ട് അല്ലേ? 4 ടയറും നമുക്ക് എത്ര പ്രഷർ സീറ്റാണെങ്കിലും മുമ്പോട്ട് മാറ്റുകയും പുറകോട്ട് മാറ്റുകയും എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്താ സംഭവമുള്ള സംശയം തന്നെ? തൈ സപ്പോർട്ടാണോ? സാധാരണ വണ്ടിക്കൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. കറക്റ്റ് അതിങ്ങോട്ട് പുറകോട്ട് വെക്കുകയും പുറകോട്ട് മാറ്റുകയും ചെയ്യും അല്ലേ? ഓക്കെ ഓക്കെ. എന്നാണേലും ഒരു 1.5 വണ്ടിയാ, 1.5 മുതലാണ്. ഇവനെ കൊണ്ട് നമുക്ക് എവിടെ നിന്ന് പോകണമല്ലോ സോനിഷേ? 4 വീലേ എഞ്ചിൻ പോലെ അടിപൊളിയാണല്ലോ സോനിഷേ. ഇതിന്റെ എത്ര ലിറ്ററിന്റെ ഇത്? 2.8 ടർബോ ഡീസൽ. പിന്നെ ഇത് ഒരു മൈൽഡ് അതിന്റെ സംഭവം ഉണ്ടല്ലോ, ഹൈബ്രിഡ്. മൈൽഡ്, അതായത് നമ്മുടെ ഈ ലൈറ്റുകളും ചെറിയ പാട്ടും അങ്ങനെയുള്ള സംവിധാനത്തിനൊക്കെ ഈ ഹൈബ്രിഡ് ആയിട്ട് ഉപയോഗിക്കും അല്ലേ? പിന്നെ ഈ വണ്ടിയൊക്കെ എടുത്തിട്ട് മൈലേജിന്റെ കാര്യം ചോദിക്കുന്നത് ശരിയല്ല. കാരണം ഇത് 4 വീല് മെയിൻ ആയിട്ട് 7.6 കമ്പനി 100 പറയുന്നത്. 8.6 സുഹൃത്ത് പറയുന്നത് 8.6 കിട്ടുമെന്നാണ് അല്ലേ? വലിയ കാര്യമായിട്ട് വണ്ടി ഓടിയിട്ടില്ല, 600 കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇപ്പോഴുണ്ട്. പക്ഷെ എന്നാലും ഇവനെ വെല്ലാൻ അല്ലേ ഒരു വണ്ടി, അതായത് നമ്മുടെ 4 വീലിന് നിലവിലൊരാൾ വന്നിട്ടില്ല. അതാണ് വരേണ്ടതായിരിക്കുന്നു. അത് 4 വീൽ ഡ്രൈവിന് 6 സ്പീഡ് ആണോ അതോ? ഇത്രയും നാളും 6 സ്പീഡ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഇത് 8 സ്പീഡ് ആയിട്ട്. ഇത് ഇതിനകത്ത് എത്രയാ സനുഷ? 110 ലിറ്റർ ആണ് ഡീസൽ കപ്പാസിറ്റി. ചെറിയൊരു നീല സാധനം, അതെന്താണ്? അതിനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ പൊല്യൂഷൻ ഒക്കെ കുറയ്ക്കാൻ സംഭവം സിമ്പിൾ ആണ്. അതിന് കുറയ്ക്കാൻ വേണ്ടി അമ്മ എക്സ്ട്രാ, കാരണം ഓസ്ട്രേലിയയിലൊക്കെ ഇപ്പോൾ ഭയങ്കര നിയമങ്ങളൊക്കെ അങ്ങനെ ആക്കിയതുകൊണ്ട് അത് കുറയ്ക്കാൻ വേണ്ടി ആഡ് ബ്ലൂ ഒഴിക്കാൻ വേണ്ടി അങ്ങനെ വരുന്നുണ്ട്. അതെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എൻ്റെ വണ്ടിക്കൊന്നും ഇല്ല, ഇതിനകത്ത് കാണും. ഇതിനകത്തുണ്ടായിരുന്നു പോയി നോക്കട്ടെ. ഇത് 7 സീറ്റർ ആണല്ലോ സംഭവം. 7 സീറ്റർ ആണ്. ഇതിന്റെ വേറൊരു പ്രത്യേകത കാണിച്ചിട്ടാവേ, നമുക്ക് പെട്ടെന്ന് വല്ല സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാല് ഇത്രയും പൊങ്ങാൻ ഇവിടെ ഗ്യാപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഇത്ര പിടിച്ച് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ അതേ പിടിച്ച് കൊടുക്കൽ പെട്ടെന്ന് സാധനമൊക്കെ ഇങ്ങനെ പുറക്കൊന്ന് പറഞ്ഞ സാധനം മാറിയിടാം. ഓക്കെ. ഇതിന്റെ പിന്നെ ബൂട്ട് എന്ന് പറഞ്ഞേ ക്ലൂറിനൊക്കെ ഈ സെയിം സംഭവം ഉള്ളതല്ലേ? പിന്നെ ഇതിന്റെ ബൂട്ട് സ്പേസ് നമ്മളെല്ലാം ഈ വണ്ടിയെ പറ്റി നല്ലത് പറഞ്ഞു. ഇതിന്റെ ബൂട്ട് സ്പേസ് മാത്രം കുറച്ചല്ല, നമ്മളൊരു 7 പേർക്ക് യാത്ര ചെയ്യാൻ ഒരു വലിയ എയർപോർട്ടിൽ ഒരു പെട്ടിയൊക്കെ വെക്കണേ കുറച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിൽ ഇതിന്റെ അടിയിലെ ഹൈബ്രിഡിന്റെ ബാറ്ററി വെച്ചേക്കുന്നത് ആ സീറ്റിന്റെ അടിയിലല്ലേ? അത് കാരണം ഈ ബൂട്ട്സ് ഇവിടെ ഇച്ചിരി പൊങ്ങിപ്പോയി. എടുത്ത് മാറ്റാൻ തോന്നുന്നു. ഇത് മാറ്റാൻ തോന്നുന്നു. ഇതിന്റെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ കയറ്റിയിടുക, അടയ്ക്കുക. പക്ഷെ എങ്കിലും ബൂട്ട് മാത്രം ഒരു ഇച്ചിരി മാത്രമാണ് എല്ലാവരും ഒരു കംപ്ലൈന്റ് ആയിട്ട് പറയുന്നതിനെ പറ്റി. എല്ലാം നല്ലത് തന്നെ പറഞ്ഞാൽ പോരല്ലോ. ഏതായാലും വണ്ടി സൂപ്പർ കേട്ടോ. സോനി എടുക്കുന്നുണ്ടോ? 1.5 മുതലോ പിന്നെ അടുത്ത ആഴ്ച എടുക്കാം. ഇന്നത്തെ ചെറിയൊരു വീഡിയോ, അതായത് അദ്ദേഹത്തിന് നമ്മുടെ വണ്ടി നമ്മളെ പരിചയപ്പെടുന്ന സുഹൃത്തിന് ഒരാരും നന്ദി പറയുന്നു. അതുകൂടാതെ സൂപ്പർ വണ്ടി കേട്ടോ. ഇത് നമുക്കൊന്ന് സിംസൺ ഡെസേർട്ട് പോകണം. പുള്ളിനെ കൂട്ടിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ പുള്ളിക്ക് ഓഫ് റോഡ് ഇഷ്ടമുണ്ടാകാനുള്ള ഈ വണ്ടി എടുത്തത്. അപ്പോൾ ഈ വണ്ടി സൂപ്പർ വണ്ടിയാണ്. അപ്പം ഞങ്ങൾ ഈ പറഞ്ഞവർക്ക് വലിയ എക്സ്പേർട്ട് ഒന്നുമല്ല, പിന്നെ ഇദ്ദേഹം ചെറിയ എക്സ്പേർട്ടാണ്. അപ്പോൾ ഈ വനത്തിൽ കയറി ഞങ്ങൾ ഈ വീഡിയോ എടുത്തു. അപ്പം ഇനി അടുത്ത നല്ലൊരു വീഡിയോ അതുകൂടാതെ എൻ്റെ കൂടെ ഇത്രയും നേരം എക്സ്പ്ലെയിൻ ചെയ്ത സോനീഷിന് ഒരുപാട് നന്ദി പറയുന്നു. അപ്പം അടുത്ത വീഡിയോ കയറുമ്പോൾ എല്ലാവർക്കും നന്ദി. നമസ്കാരം.